to Competitive Cracker. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം അതായത് ഡിസംബർ 2023 നടന്ന എക്സാമിൻ്റെ ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. അതിൽ തന്നെ ഈ ഒരു ലാസ്റ്റ് എക്സാം എഴുതിയവർക്കെല്ലാം അറിയാമായിരിക്കും, ഒരു 2 ടൈപ്പ് ഓഫ് കോംപ്രിഹെൻസീവ് പാസേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. അതായത് ആ ഒരു 2 പാസേജിൽ നിന്ന് തന്നെ നിയർലി 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ആ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ആ ഒരു പാസേജിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പാസേജും ക്വസ്റ്റ്യൻസും ആയിരുന്നു. അപ്പോൾ ഇനി ഇതുപോലത്തെ എക്സാംസിലെല്ലാം തന്നെ, ഇനി വരുന്ന എക്സാംസിലെല്ലാം തന്നെ ഇതുപോലത്തെ കോംപ്രിഹെൻസീവ് പാസേജ് കാണും. അപ്പോൾ ഈ പാസേജിൽ കൂടെ നമുക്ക് എത്രയും പെട്ടെന്ന്, അതായത് ഫുൾ വായിച്ച സമയം ചിലപ്പോൾ നമുക്ക് കാണത്തില്ല, അപ്പോൾ ആ ഒരു സമയം കളയാതെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ആൻസേഴ്സിലോട്ട് എത്തിച്ചേരാൻ എന്തുണ്ട് മാർഗം എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു 2 പാസേജിൽ ഒരു പാസേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാസേജും അതിൻ്റെ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു പാസേജിൻ്റെ അകത്ത് 3 പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ആദ്യമേ ഇങ്ങനെ ഒരു പാസേജ് കാണുമ്പോൾ ചെയ്യേണ്ട കാര്യം അതെന്താണ് ആ ഒരു ടോപ്പിക് എന്നുള്ളത് നമുക്ക് അതിൻ്റെ അകത്ത് വേർഡ്സ് ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു കീ വേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളുടെ മനസ്സിൽ ആദ്യമേ തന്നെ ക്ലിയർ പിക്ചർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എക്കണോമിക്സിനെ കുറിച്ചാണ്. അപ്പോൾ എക്കണോമിക്സിലെ തന്നെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സിൻ്റെ റിലേറ്റഡ് കാര്യമാണ് ഈ ഒരു പാസേജിൽ മൊത്തം പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഇവിടെ എക്കണോമിക്സ് എന്ന് പറയുന്ന ടേം കാണും. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവമുണ്ട്. സെക്കൻഡ് പാരഗ്രാഫ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മാക്രോ എക്കണോമിക്സിൻ്റെ ആ ഒരു ടേമും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ, മാക്രോ എന്ന് പറയുന്ന ടേം നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. തേർഡ് പാരഗ്രാഫിൻ്റെ അകത്ത് മൈക്രോ എക്കണോമിക്സും അതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളുമാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാസേജ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കീ വേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക, ഇഫ് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ റീസൺ ആസ് പെർ ദ പാസേജ് ഫോർ ഡ്രൈവിംഗ് മോർ എഫക്റ്റീവ് മാക്രോ പോളിസീസ്. അപ്പോൾ മാക്രോ പോളിസീസിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവിംഗ് ഫോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാസേജിൽ കൂടി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ വി ഹാവ് 4 ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പെട്ടെന്നൊന്ന് നോക്കണം, ഇത്ര സെയിം സെൻറ്റൻസസ് എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ള രീതിയിൽ നോക്കുക. സോ ഫസ്റ്റ്, assumption that market returns to equilibrium after shocks. B, improved economic models. C, economics has fared reasonably well during the financial crisis. And the last option എന്ന് പറയുന്നത് every small pressure is not able to predict economic outcomes. ഇനിയും നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് നമ്മൾ ആ ഒരു പാരഗ്രാഫിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഓപ്ഷൻ, നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വായിച്ചത് എന്താണ്, assumption that market returns to equilibrium after shocks. അപ്പോൾ നോക്കി ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും assumption that market returned to equilibrium after shock thus came into existence the macroeconomics എന്നാണ് പറയുന്നത്. സോ നമുക്ക് അവിടെ തന്നെ ആൻസർ കിട്ടി. എന്താണ് ഈ ഒരു റീസൺ ഫോർ മാക്രോ പോളിസീസ് എന്ന് പറയുന്നത്, assumption that the market returns to the equilibrium after shocks. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ പെട്ടെന്ന് എന്ത് ചെയ്യുക, പാരഗ്രാഫ് കണ്ടപ്പോൾ തന്നെ ആ ഓപ്ഷൻ തന്നെ സെയിം സെൻറ്റൻസ് ഉണ്ടോ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസും കൂടെ നമുക്ക് വായിച്ചാൽ ഈസി ആയിട്ട് ഒരു സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാന്നുള്ളത് നോക്കാം. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പാണ്. ഇതിൻ്റെ അകത്ത് 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്, ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. അതിൻ്റെ അകത്ത് ചില ടേംസും അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ലിസ്റ്റ് 2വിലും വന്നേക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണ്, ആസ് പെർ ദ പാസേജ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നിരിക്കുന്നത് എക്കണോമിക്സ് ഡിഫൈൻസ്, ഇതിലേതാന്ന് നോക്കണം. പിന്നെ ലേണിംഗ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ട്, മാക്രോ എക്കണോമിക് വേരിയബിൾസ് ഉണ്ട്, ആൻഡ് 4th വൺ പിറ്റ്ഫോൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ്, അതായത് ഈ ലിസ്റ്റ് 1 മാത്രം നമ്മളുടെ കീ വേർഡ്സ് മനസ്സിൽ വേണം. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പാസേജിലോട്ട് പോകണം. സോ ഫസ്റ്റ് എടുക്കാം, അതായത് ഫസ്റ്റ് എയുടെ വരുന്നത് എക്കണോമിക്സ് ഡിഫൈൻസ് ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പാസേജിലോട്ട് പോവുക. ഫസ്റ്റ് പാരഗ്രാഫ് ആദ്യം നമ്മൾ പാസേജ് വായിച്ചപ്പോൾ തന്നെ ഈ 3 പാരഗ്രാഫ് എന്താണെന്നുള്ളത് നമുക്കറിയാം. എക്കണോമിക്സും രണ്ടാമത്തേത് മാക്രോ എക്കണോമിക്സും മൂന്നാമത്തെ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് പാരഗ്രാഫിലാണ് എക്കണോമിക്സ്. സോ നമ്മളുടെ മാച്ച് ദ ഫോളോയിങ് ഫസ്റ്റും വരുന്നത് എക്കണോമിക്സ് ഡിഫൈൻസ് ആണ്. സോ ഇവിടെ നോക്കിയേ, എക്കണോമിക്സ് ഹാസ്
fared reasonably well at explaining consumer and producer behavior. It explained why buyers choose the products they do, how firms produce them to maximize profit, and how markets discover the most efficient prices. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഒരു ഡെഫിനേഷൻ പോലെയാണ് ഈ മൂന്ന് സംഗതികളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഹൗ മാർക്കറ്റ്സ് ഡിസ്കവർ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് പ്രൈസസ്. ഇനിയും ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയേ, ഹൗ മാർക്കറ്റ്സ് ഡിസ്കവർ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് പ്രൈസസ്. സോ എ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ A4 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഓൾറെഡി ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റി, അധികം സമയം കളയേണ്ട വന്നില്ല. സോ ഓപ്ഷൻ ഡി തന്നെ നമുക്ക് A4 വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതോടെ എങ്ങനെ റിലേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലേണിംഗ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ. ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന ടേം കീവേഡായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ട്. സോ ഗ്രേറ്റ് ഡിപ്രഷനകത്ത് വന്നിരിക്കുന്നത് നോക്കിക്കേ, needed a better understanding than an assumption എന്നാണ് പറയുന്നത്. സോ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി അഗ്രിഗേറ്റ് വേരിയബിൾസ് ആണ് ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ആ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ലേണിംഗ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ റിക്വയർസ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി അഗ്രിഗേറ്റ് വേരിയബിൾസ്. അപ്പോൾ ആ ആൻസറും ഓപ്ഷൻ പ്രകാരം കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. B1 ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അഗ്രിഗേറ്റ് വേരിയബിൾ. സോ B1 അതും മാച്ചസ് വിത്ത് ദി ഓപ്ഷൻ ഡി ആണ്. ഇനി മൂവിങ് ഓൺ ടു ദ തേർഡ് ഓപ്ഷൻ, അതായത് സിയിൽ വരുന്നത് മാക്രോ എക്കണോമിക് വേരിയബിൾസ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇതിൻ്റെ അകത്ത് സെക്കൻഡ് പാരഗ്രാഫിലായിരുന്നു. അതിലെ വേരിയബിൾസ് എന്ന് ആദ്യമേ മെൻഷൻ ചെയ്തിട്ടുണ്ട്, GDP, എംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ എന്നൊക്കെ. സോ അത് നമുക്ക് ഈസി ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. C2. Then D, ഫോർത്ത് ഓപ്ഷൻ ആണ് പിറ്റ്ഫോൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. പിറ്റ്ഫോൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ എക്കണോമിക്സിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. അത് മെൻഷൻ ചെയ്തിരിക്കുന്ന ലാസ്റ്റ് പാരഗ്രാഫിലായിരുന്നു. അപ്പോൾ അതിൽ എന്തുണ്ടായിരുന്നു, ഹ്യൂമൻ ബീങ്സ് ആർ റാഷണൽ ആൻഡ് ദ ഇൻഫർമേഷൻ ഈസ് ഫ്രീ. ഈ ഒരു റീസൺ ആണ് മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു 3 പാരഗ്രാഫിൽ നിന്നും ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റിനും അറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എളുപ്പമാർഗ്ഗം എന്താണ്, കീവേഡ്സ് ഐഡൻറ്റിഫൈ. ആദ്യമേ തന്നെ പാസേജ് കിട്ടുമ്പോൾ നമ്മൾ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് പാസേജിനെ നമ്മൾ മനസ്സിലൊന്ന് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, സോ ദിസ് വാസ് എൻ ഈസി വൺ. അങ്ങനെ നമ്മളുടെ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. Which of the following is the reason as per the passage for crisis in economic modeling? എക്കണോമിക് മോഡലിങ്ങിൻ്റെ ക്രൈസിസ് ആയിട്ട് പറയുന്നത് ഏത് റീസൺ ആണ്? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ എല്ലാം ഒന്ന് പെട്ടെന്ന് വായിച്ച് നോക്കണം. എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ സെയിം സെൻറ്റൻസോ പാസേജിലുണ്ടെങ്കിൽ കണക്ട് ചെയ്തൊന്ന് വായിച്ചിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അഗ്രിഗേറ്റിംഗ് ബില്യൺസ് ഓഫ് മൈക്രോ ട്രൂത്ത്സ് ഇൻറ്റു വൺ മാക്രോ ട്രൂത്ത്. Only equalization factors are considered. Economic activities are not sufficient. And the last one, human beings behave irrationally എന്നുള്ളതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, പാസേജിലേക്ക് പോകാം. പാസേജിൽ ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ അകത്താണ് ഈ ഒരു എക്കണോമിക് മോഡലിനെ കുറിച്ച് പറയുന്നത്. അതും അതിൻ്റെ ലാസ്റ്റിൽ ക്ലിയർ ആയിട്ട് ഈ ഒരു പാസേജിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. The crisis in economic model arises from aggregating billions of micro truths into macro truths. സോ നമുക്ക് ഒരു ഡൗട്ടുമില്ല, പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമുക്ക് വരാൻ വേണ്ടി പറ്റും. ദി ഓപ്ഷൻ എ, aggregating billions of micro truths into one macro truth. That is the main crisis in economic modeling. സോ അതാണ് ആ ഒരു തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following are the major contributions of economics? എക്കണോമിക്സിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിന് നമുക്കൊരു 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ വരും എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്ത് നോക്കണം. സോ ഓപ്ഷൻസിൻ്റെ അകത്ത് എയും ബിയും ഡി, ABC, BDE, ABE എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. സോ എന്താണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ നോക്കുക. കോൺട്രിബ്യൂഷൻസ് ഓഫ് എക്കണോമിക്സ് ആണ് നമുക്ക് അറിയേണ്ടത്. സോ എക്കണോമിക്സിനെ കുറിച്ചുള്ള പാരഗ്രാഫ് ഏതാണ്, ഫസ്റ്റ് പാരഗ്രാഫ്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അകത്ത് ഇതിൻ്റെ ആൻസർ ഉണ്ടോ എന്നുള്ളത് നോക്കാം. Since the 18th century, economics has fared reasonably well at explaining the consumer and producer behavior. It explained why buyers choose the products they do. അപ്പോൾ buyers choose the product they do. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ, ബയേഴ്സ് ബിഹേവിയർ ടുവേർഡ്സ് ദ പ്രോഡക്റ്റ്. അപ്പോൾ അത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. Then how firms produce them to maximize the profit. Firms behavior for maximizing the profit. അപ്പോൾ എയും ബിയും ഉണ്ട്. And how markets discover the most efficient prices. And how market discover the efficient prices. നോക്കിയ ഓപ്ഷൻ ഡിക്കകത്ത്
മാർക്കറ്റ് ബിഹേവിയർ ടു ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് പ്രൈസസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 റീസണാണ് മെയിനായിട്ടും ഈ ഒരു എക്കണോമിക്സിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് നമ്മളുടെ പാസേജിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എയും ബിയും ഡിയും വരുന്ന ഓപ്ഷൻ ഇതിൽ ഏതാണ്? ദ ഫസ്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഈസ് എ, ബി ആൻഡ് ഡി. അപ്പോൾ ഇതും നമുക്ക് എന്തായി ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ വി ഹാവ് ടു കംപ്ലീറ്റ് എ കോംപ്രിഹെൻസീവ് പാസേജ്. ഇനി മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ അല്ലെങ്കിൽ രണ്ടും ശരിയാണോ ഏതെങ്കിലും ഒന്ന് തെറ്റാണോ ആ ഒരു ബേസിസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് ക്യാൻ ഓൺലി ബാക്ക് ടെസ്റ്റ് ദർ മോഡൽസ് അഗൈൻസ്റ്റ് ഡേറ്റ ദാറ്റ് മേ ബി ഓഫ് ക്വസ്റ്റനബിൾ പ്രൊവനൻസ്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് മാക്രോ എക്കണോമിക് വേരിയബിൾസ് എലൂഡ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് വിത്ത് റിപ്പീറ്റഡ് എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും മാക്രോ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തും അതുപോലെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ പോലെ ഉള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇത് ഏത് പാരഗ്രാഫിലാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലായിരുന്നു മാക്രോ എക്കണോമിക്സിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എവിടെയെങ്കിലും നമ്മുടെ പാസേജിലുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് എളുപ്പം. സോ വി നോ ദി പാരഗ്രാഫ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, മാക്രോ എക്കണോമിക്സ് ക്യാൻ ഓൺലി ബാക്ക് ടെസ്റ്റ് ദർ മോഡൽസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സെക്കൻഡ് പാരഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മാക്രോ എക്കണോമിക്സ് ക്യാൻ ഓൺലി ബാക്ക് ടെസ്റ്റ് ദർ മോഡൽസ് അഗൈൻസ്റ്റ് ദ ഡേറ്റ ദാറ്റ് മേ ബി ഓഫ് ക്വസ്റ്റനബിൾ പ്രൊവനൻസ് എന്ന് പറയുന്നുണ്ട്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, അത് ഉറപ്പായി. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് എല്യൂഡ്സ് ദ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിലുണ്ടോ നോക്കണം. സോ ഓൺ ദ തേർഡ് ലൈൻ വി ഹാവ് macro eludes the scientific method of testing the hypothesis with repeated experiments. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നമ്മളുടെ പാസേജിൽ ആസ് ഇറ്റ് ഈസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ നമ്മൾ ആൻസറിൽ വരുമ്പോഴത്തേക്കും both the statements are true. So നമ്മളുടെ ആൻസർ ഈസ് ഓപ്ഷൻ എ, both the statements are true. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോംപ്രിഹെൻസീവ് ടൈപ്പ് ഓഫ് പാസേജ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ഒരു പാസേജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആദ്യമേ അതിനകത്ത് കീ വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കാറ്റഗറൈസ് ചെയ്യുക. അതായത് ഓരോ പാരഗ്രാഫിനകത്തും എന്താണ് മെൻഷൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. സമയമില്ലെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യേണ്ടത്. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാസേജ് വായിക്കണം. കാരണം ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് വരാം. അതായത് ഈ ഒരു പാസേജ് എന്ത് മെസ്സേജാണ് തരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു മീനിങ് എന്താണ്, ഫോക്കസ് എന്തായിരുന്നു എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് വായിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് അത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാതെ ഇതുപോലത്തെ എളുപ്പമായിട്ടുള്ള ടൈപ്പ് ഓഫ് കോംപ്രിഹെൻസീവ് പാസേജ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ആദ്യമേ തന്നെ കാറ്റഗറൈസ് ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് വായിക്കുക. ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് കീവേഡ്സ് നമ്മളുടെ പാസേജിലെ കീവേഡ്സും കൂടെ കണക്ട് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ്റെ അകത്ത് വരുന്ന സെയിം സെൻറ്റൻസസുകൾ ഈ ഒരു പാസേജിൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സമയം ഒട്ടും കളയാതെ തന്നെ ആ ഒരു 5 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓർത്തോണം, ഇത് നമുക്ക് എത്രയും എളുപ്പം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 + 5 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാസേജ് ബേസിസിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നും ഓർക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളും എല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കിൻ്റെ വക UGC നെറ്റ് കൊമേഴ്സിൻ്റെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മളിനി ജൂൺ 2024 ഉള്ളത്. അപ്പോൾ ജൂൺ 2024 നിങ്ങൾ നെറ്റ് എക്സാം എഴുതുമ്പം അത് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ പറ്റൂ. അല്ല ലാസ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് 3 months പഠിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം എത്രയും നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, എത്രയും നല്ലതായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് വരുന്നത്. അതിനൊരു ഡൗട്ടുമില്ല. സോ വി ആർ ഹിയർ ഫോർ യു. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഈ ഒരു നെറ്റ് കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ വേറെ ജോലിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിസി ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു റെക്കോർഡഡ് ക്ലാസ് തന്നെ വീണ്ടും ലിസൺ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അതിലെല്ലാം ഉപരി തന്നെ നമ്മളുടെ ആ ഒരു സിലബസ് എന്താണോ ആ സിലബസിലെ ഓരോ ടോപ്പിക്സും സബ് ടോപ്പിക്സും എല്ലാം തന്നെ കവർ ചെയ്ത് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും എല്ലാം തന്നെ ഈ ഒരു കോഴ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്.
സോ അധികം താമസിക്കാതെ തന്നെ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ജൂൺ 2024 നെറ്റ് എക്സാം തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്തിരിക്കണം. കാരണം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ചെറുതല്ല. ഇത് ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് ആണ്. ഇത് ടീച്ചിങ് പോസ്റ്റിലേക്കുള്ളവർക്കാണെങ്കിലും അതുപോലെ തന്നെ റിസർച്ച് ഫീൽഡിൽ പോകാനുള്ളവർക്കും നെറ്റ് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഇപ്പോഴേ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആസ് സൂൺ ആസ് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളവർ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. സോ താങ്ക് യു.